സുഹൃത്തുക്കളെ, ഈ 9 മണി നേരത്ത് ലൈവിലേക്ക് വന്നത് വളരെ ആത്മക്ഷോഭം കൊണ്ട് നമ്മള് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ഇതൊന്ന് പ്രതികരിക്കണമെന്ന് തോന്നിപ്പോകാറുണ്ട് ചിലപ്പോഴൊക്കെ. അതുകൊണ്ടാണ് ഈ രാത്രിയിൽ ഈ 9 മണി നേരത്ത് ഇങ്ങനെ ഒരു ലൈവിലേക്ക് ഞാൻ വരുന്നത്. മംഗളം ചാനലിന്റെ കൂട്ടിക്കൊടുപ്പ് ചർച്ച കണ്ടു. കൂട്ടിക്കൊടുപ്പ് ചർച്ചയാണത്. ഇത്രയും ചീഞ്ഞു നാറിയ ഒരു മാധ്യമ അവതരണം ഞാൻ കണ്ടിട്ടില്ല, എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഒരു സ്ത്രീ, അവൾ സിനിമാ നടിയോ ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇങ്ങനെ വാക്കുകൾ കൊണ്ട് വലിച്ചു കീറി മനസ്സിനെ മുറിവേൽപ്പിച്ച് കൊല്ലുകയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ. മംഗളം ചാനലിൽ എഴുതി കാണിക്കുന്നു സ്രവം സുനിയുടേതല്ല. സുനിയുടേതല്ലെങ്കിൽ പിന്നെ മംഗളം ചാനലിന്റെ അപ്പന്റെയാണോ? ഒരു മാന്യത വേണം. മാധ്യമ പ്രവർത്തനത്തിന് ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു ചെറിയ മാന്യത വേണം. ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു റേപ്പ് വിക്ടിമായ സ്ത്രീയെക്കുറിച്ചും അവരുടെ പീഡന കഥകളെക്കുറിച്ചുമാണ് നിങ്ങൾ വർണ്ണിക്കുന്നതെന്നുള്ള ബോധം വേണം, ബുദ്ധി വേണം, ഓർമ്മ വേണം. ഇത് ഈ സമൂഹത്തിലേക്ക് ഇറക്കി വിടുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ളവർ കാണുന്നുണ്ടെന്നും സമൂഹം കാണുന്നുണ്ടെന്നുമുള്ള ഓർമ്മ വേണം. നിങ്ങൾക്ക് സെൻസേഷണൽ ഇഷ്യൂ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണോ, അല്ലെ സെൻസേഷണൽ ന്യൂസ് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഈ വൃത്തികേട് കാണിക്കുന്നത്? എന്തിനാണ് ഈ വൃത്തികേട് കാണിക്കുന്നത്? അവർക്ക് എങ്ങനെയെങ്കിലും നീതി കിട്ടിക്കോട്ടെ, എങ്ങനെയെങ്കിലും നീതി കിട്ടട്ടെ. അവരെ ഉപദ്രവിച്ചത് ആരാണോ, അവരെ വേദനിപ്പിച്ചത് ആരാണോ, അവരെ ഇത്രയും മോശമായിട്ട് ഇത്രയും പീഡിപ്പിച്ചത് ആരാണോ, അവരൊക്കെ ശിക്ഷിക്കപ്പെടണം. പക്ഷെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഒരു ചാനൽ ചർച്ച കൊണ്ടുനടക്കരുത്. ഈ നടിയെ ആക്രമിച്ച വിഷയത്തിൽ എത്രയോ കാലങ്ങളായി, എത്രയോ നാളുകളായി ചാനൽ ചർച്ചകൾ കാണുന്നു. ഇത്രയും അശ്ലീലം നിറഞ്ഞൊരു ചാനൽ ചർച്ച മംഗളത്തിന്റെ അല്ലാതെ വേറൊന്നും കണ്ടിട്ടില്ല. ഇത്രയും വൃത്തികെട്ട ചാനൽ. പോയി തൂങ്ങിച്ചത്തൂടോ മംഗളം ചാനലെ. നിങ്ങൾക്ക് ഒരു പെണ്ണിന്റെ ജീവിതത്തെ ഇങ്ങനെ നിങ്ങളുടെ 8 മണി മുതൽ 9 മണി വരെയുള്ള രാത്രി ചർച്ചകളിൽ കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് ഇങ്ങനെ കീറി മുറിച്ച് തിന്ന് അതിൽ നിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനും റേറ്റിംഗ് കൂട്ടാനും നിങ്ങൾക്ക് നാണമില്ലേ? വൃത്തികെട്ട ജന്മങ്ങൾ. ശരിക്കും അറച്ചുപോയത്. റേറ്റിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യും. ഇത്രയും വൃത്തികെട്ട രീതിയിലല്ല. ഒരു സ്ത്രീ അവളെ അപമാനിക്കപ്പെട്ടു, ആക്രമിക്കപ്പെട്ടു. എല്ലാ ദിവസവും ഇങ്ങനെ ഈ ചർച്ചകൾ ഇങ്ങനെ നടന്നോട്ടെ, ഞങ്ങൾക്ക് ആർക്കും വിരോധമില്ല, അതൊക്കെ വേണം. പക്ഷെ ഇന്നത്തെ മംഗളത്തിന്റെ ചർച്ച അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. നിങ്ങൾ ബിഗ് ബ്രേക്കിംഗ് കാണിക്കുന്നു, നിങ്ങൾ കാണിച്ചോളൂ, നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷെ ഈ വൃത്തികേട് എന്തിനാണ്? അതിന്റെ താഴെ എഴുതി കാണിച്ചൊരു ബൈലൈനാണ് എന്നെ ഇത്രയേറെ ക്ഷുഭിതയാക്കിയത്. നടിയുടെ പ്രതിശ്രുത വരണ്ടേതുമല്ല. നാണമില്ലേടാ നാറികളെ? പ്രതിശ്രുത വരന് വധുവിനെ റേപ്പ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് ചിന്തിച്ച നിന്റെയൊക്കെ മാധ്യമ ബുദ്ധിയല്ല, മാമാ ബുദ്ധിയാണ്. നാണം കെട്ട ജന്തുക്കള്. അവരതൊന്നും മറന്നോട്ടെ. എന്തായാലും ഈ കേസായി, ഇത്ര ഇഷ്യൂ ആയി, ഇത്ര പ്രശ്നങ്ങളായി, ഇതെല്ലാമായി. എന്തിനാണ് വളച്ചൊടിച്ച് ഇങ്ങനെ വൃത്തികെട്ട രീതിയിലാക്കുന്നത്? എന്തിനിങ്ങനെ വൃത്തികെട്ട രീതിയിലാക്കുന്നത്? നടിയുടെ വസ്ത്രത്തിലെ സ്രവം പൾസർ സുനിയുടേതല്ല. സ്രവം ആരുടേത്? അത് നടിയുടെ പ്രതിശ്രുത വരണ്ടേതുമല്ല. നാണമില്ലാത്ത ജന്തുക്കള്. ഒരു മാന്യത വേണം. എല്ലാത്തിനും ഒരു മാന്യത വേണം. ഇങ്ങനെയല്ല ചർച്ചകൾ നടത്തേണ്ടത്. മറ്റുള്ളവരുടെ ജീവിതമല്ല നിങ്ങളുടെ അന്തിചർച്ചകളുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി വെക്കേണ്ടത്. വളരെ മോശമായി പോയി. വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗളം ചാനലിന് എന്തെങ്കിലും ഒരു അന്തസ്സുണ്ടായിരുന്നെങ്കിൽ ഇത് ചെയ്യില്ലായിരുന്നു. കഷ്ടം.